കണ്ണാൽ ഞാൻ ആനന്ദ കൂട്ടരെ കാണും നല്ലോ. ാൽ തിങ്ങാശേരിയോടവർ തിരുമുഖം കാൺമാൻ ഈ ഓണത്തിന്റെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ. ഇതിനായി ശ്രദ്ധിക്കുന്നു. മാതാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളോടൊപ്പമുണ്ടായി. കഴിഞ്ഞ ദിവസം താൻ പ്രേമിച്ച അങ്ങയുടെ ശരീരത്തിലേക്ക് വരുവാനിടയായി തീർന്നല്ലോ കർത്താവ്. ഈ ശരീരം മോർച്ചറിയിലായിരുന്നു അവിടെ നിന്നെടുത്ത് താൻ പാർത്ത ഭവനത്തിൽ കൊണ്ടുവരുവാനിടയായി നടക്കുന്ന ഈ ഭൗതിക ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ നാമത്തിൽ തന്നെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുൻപേയും അനാദിയായും ശാശ്വതമായി ദൈവമാകുന്നു. ദൈവത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് പറഞ്ഞു ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിങ്ങളുടെ പ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ ക്രോധത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടത്തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവർ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദയക്ക് നിന്റെ ആസമാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഈ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച സഭയിൽ കടന്നു വരികയും കർത്തൃവേശി എടുക്കുകയും എല്ലാവർക്കും വിശുദ്ധ ചുംബനം കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ഒരു പ്രിയ മാതാവാണ്. പെട്ടെന്ന് ശാരീരികമായി തനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയായിരുന്നു. നമ്മള് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നദ്ധ ചുമതല വഹിക്കുന്ന ഓറുകൾ പകൽക്കാലം ഈ ശുശ്രൂഷയിൽ കടന്നു വന്നു. ദൈവത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഉള്ള എല്ലാവർക്കും വരുന്ന കർത്താവായ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അല്പം മുന്നമേ എടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് അനുശോചന വാക്കുകളായി പറയുന്നവർ ആ ചുരുക്കം വാക്കുകളിൽ ഒതുക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രിയമാതാവ് ആർമർക്കട നസറത്ത് വർഷിപ്പ് മക്കളുണ്ട്, കൊച്ചുമക്കൾ. മാതാവിന് 2 കൊച്ചുമക്കളുണ്ട്, ഒരു കുടുംബസ്ഥരാണ്. അങ്ങനെ എല്ലാ നിലയിലും മാതാവ് അനുഗ്രഹിക്കപ്പെട്ടതായി. പ്രാരംഭ കാലങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ദൈവം പ്രിയമാതാവിന്റെ പ്രാണാവിന് കഴിയാൻ പകൽക്കാലം താല്പര്യം വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. മരണം നമുക്ക് എല്ലാവർക്കും ദുഃഖമുളവാക്കുന്നതാണ്. മക്കളെ കൊച്ചുമക്കളെ
ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിക്കുമെന്നുള്ളത് സുനിശ്ചയമാണ്. അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. താൻ ഏറ്റവും പ്രിയം വെച്ച കടന്നുപോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനായ സ്വർഗ്ഗത്തിലെ ദൈവമേ, ഈ ഒരു ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. മരണങ്ങളുടെ ദിവസം കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ ലോകത്തിന്റെ കഷ്ടതകൾ മാറി, ഈ ലോകത്തിന്റെ ദുരിതങ്ങൾ മാറി, ഹല്ലേലൂയ, സ്വർഗീയ സിയോനിൽ ചെന്നൊരു ദിവസം. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഇതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്വർഗ സിയോനെ ഹല്ലേലൂയ മാനിച്ചുകൊണ്ട് ഓർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓടുന്ന ഓടം പ്രവർത്തനത്തില് രണ്ടായിരത്തിൽ ഞാനിവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളോട് ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിച്ച ഒരു പ്രിയ മാതാവാണ് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കനിടയായി തീർന്നിരിക്കുന്നത്. ഒറ്റ ദിവസം പോലും ആരാധന മുടക്കുന്ന ഭാവം ഈ മാതാവിനില്ലായിരുന്നു. ഏതു യോഗത്തിന്റെയും വേദനകളെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും വളരെ ആത്മാർത്ഥതയും സുഷ്ഠാന്തിയുമുള്ള അധികാരമുള്ളൂ. ശ്രീബുദ്ധൻ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യും? താൻ ഒരുപാട് പ്രയോഗിച്ചു. എന്നിട്ട് താൻ പറഞ്ഞു, ഈ വീടുകളിലൊക്കെ നീ ചെന്നിട്ട് ഈ പ്രിയ മാതാവിന് ഏകദേശം 87 പരം വർഷം ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവസരം ഈ ലോകത്തിലെ ജീവിതം മതിയെന്ന സ്വർഗത്തിലെ ദൈവത്തിന് തോന്നിയപ്പോൾ തന്റെ മകൾക്ക് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും അവന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടത്. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വളരെ പ്രത്യാശയോടെ 27 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. Alessandra
ഞങ്ങൾ വേവിച്ചായിരുന്നു ഇന്ന് മലപ്പുറം കർത്തദാസിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നത്. ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നോബൽ ജോസഫ് എന്ന് പറഞ്ഞ ആ പരിസരിൽ ദീർഘവർഷങ്ങൾ പോയി സംബന്ധിപ്പാൻ കഴിയുമ്പോഴേയാക്കി ആ സമയങ്ങളാണ് വാത്സല്യ അമ്മയെ കാണുന്നത്, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുന്ന സമയങ്ങളിലൊക്കെ ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിടെ ആക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കഷ്ടങ്ങളില്ലാതെ രോഗങ്ങളിൽ അതിലേപ്പെട്ടു പോകാതെ പകച്ചു പോകാതെ നിൽക്കുന്ന ഒരേ ഒരു കൂട്ടരുണ്ടെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന ഒരിക്കൽ കർത്താവായ യേശു യോഗനാഥൻ ജീവിച്ചിരിക്കുന്നു. വീടടക്കപ്പെട്ട ദൈവത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമകൾക്ക് മരണത്തിൽ ലെവലേറ്റ ഭയമില്ലാത്തത്? ലോകത്തെ ജയിച്ചടക്കിയ ജയാളിയായിരിക്കുന്ന കർത്താവിനെയാണ് ഞാനും നിങ്ങൾ പരിതാപനം ചെയ്ത് മരണത്തിന്റെ കറുത്ത കരത്തെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ ഒരുവൻ മാത്രമാണ്. ഒരിക്കലും പണിയത് പ്രശസ്തരായ സീസർ, സമർത്ഥനായ ഹോമർ, സമസ്തമറ്റത്തോളം തുടങ്ങിയുള്ള വ്യക്തിയെല്ലാം മറന്നുപോയി മാത്രമാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് മരണത്തിൽ ലേശം ഭയമില്ലാത്തത്. അതിനപ്പുറമായ ജീവിതം ഭൗതിക ശരീരത്തിന്റെ മുൻപിലാണ് 87 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു. ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആത്മാവിന്റെ ശക്തിയിൽ അനുഭവ പ്രയാസവുമായിട്ട് പരിചയപ്പെടുവാൻ മാതാവിന് അവസരം ഒരുക്കിയത് നമ്മുടെ മനസ്സിന്. അങ്ങനെയാണ് അമ്മച്ചിയുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ഒരു ആത്മബന്ധം ഞങ്ങൾക്കുണ്ടായത്. അധികം നാളൊന്നും അമ്മച്ചിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ട് നടന്നു വരുമായിരുന്നു. ഞങ്ങളെപ്പോഴും പറയും, അമ്മച്ചി നടക്കണ്ട, അതാ മുകളിൽ കയറി നിന്നാൽ മതി എന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. ആരെയും ബുദ്ധിമുട്ടിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല. മുൻപോട്ട് ഒരു നിമിഷം കടന്നു വരുവാൻ ദൈവനാമത്തിൽ ദിവസങ്ങൾക്ക് കാലങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ കയ്യിൽ തന്ന ഒരു ഗാനത്തിന്റെ ശീലാണ് ഈ മാതാവിന് അക്കരെ നിന്നെ വിളിച്ചിടും നീതാ പ്രത്യാശ തീരത്ത് കാണും അക്കരെ നിന്നെ വിളിച്ചിടും നീതാ പ്രത്യാശ നാടതിൽ ഏറ്റവും അധികം വേണ്ടിച്ച് കർത്താവിനെ സ്വീകരിക്കുന്ന നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ. ചില വാക്കുകൾ വിശ്വാസമായി പറയും. അതിനുശേഷം ഏറ്റവും ഭാഗ്യം വന്നിരിക്കും. എല്ലാവരും വളരെ സന്തോഷമാണ്. സ്തോത്രം. ഞങ്ങളുമായിട്ട് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ മിക്കപ്പോഴും അമ്മച്ചിക്ക് വയ്യാത്ത സമയത്തൊക്കെ ഞാനും ഒരാട്ട ഒഴിച്ച് വൈകുന്നേരമൊക്കെ കൊണ്ടുപോകാൻ എവിടെയും പോകാൻ ഭയങ്കര സന്തോഷമാണ്. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. എന്നാൽ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളോട് പറയുമായിരുന്നു, കുഞ്ഞുമോളും സാധനപ്പെട്ട് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് കാണുവാൻ ചെയ്തു. അതിനൊരു നന്ദി പറയാൻ അത് വലിയ ആഗ്രഹമായിരുന്നു. അത് അവർ ജീവിതത്തിൽ സന്തോഷമായി കാണുവാൻ ദൈവയുടെ കൊച്ചുമക്കളും ആ പതിയിലേക്ക് കടന്നു മാതാവിന്റെ പ്രാർത്ഥന എപ്പോഴും അതാണ്. നിങ്ങൾ ആ പ്രാർത്ഥന വ്യക്തമാക്കി പറയാതെ അതിൽ ഏറ്റവും മുന്നോട്ട് പോകാൻ ദൈവമിടയാക്കട്ടെ. സ്തോത്രം. അമ്മച്ചിയുടെ വേർപാട് നിങ്ങൾക്കറിയാം ദുഃഖമാണ്. എങ്കിലും നിത്യതയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാം. ഞങ്ങൾ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. സ്തോത്രം. പ്രത്യേക കുഞ്ഞുമോൾ ധൈര്യമായിരിക്കുക. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ സന്തോഷത്തോടും പ്രിയ അമ്മച്ചി വാത്സല്യമച്ച് നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ ഞാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ഞങ്ങൾ കടയുടെയും
സ്തുതി മറിക്കുന്നു. എൻ്റെ വാക്കിനെ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും എല്ലാവർക്കും ശ്രേഷ്ഠതയായ ദേവദാസന്മാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നസ്രയത്ത് ആറുമുറിക്കട നസ്രയത്ത് IPC ചർച്ചിൻ്റെ മെമ്പറായിട്ട് കുറിച്ചു പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാരണം ഓർമ്മ വന്നില്ല. അപ്പം എന്നോട് പാസ്റ്റർ പറഞ്ഞു കുടിയമ്മാമ ഓർക്കുന്നുണ്ടോ ഒരു ഓർമ്മത്തോടെ ഉണ്ടായിരുന്നു. കുടിയമ്മാമയെ നമുക്ക് സ്വർഗത്തിലേക്ക് കയറ്റിവിടാനായിട്ട് യാതൊരു ശുശ്രൂഷയും ജീവിച്ചിരിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മെ കാണാനായിട്ടുള്ള തയ്യാറെടുക്കുക എന്ന് മാത്രം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഞാൻ പത്രദാസൻ ഇവിടെയായിരുന്ന എല്ലാ പ്രിയ പത്രദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം ആറന്മുളയുടെ ദേശത്തായി എവിടെ ഈ വഴി വരുന്നതല്ലാതെ ഒരുക്കിയിട്ട് ഇവിടെ വന്ന് ഭക്ഷിച്ച് ബലപ്പെട്ട് വിശ്രമിച്ചാണ് ഞങ്ങൾക്ക് ആഹാരങ്ങൾ തരിക മാത്രമല്ല അത് പാക്ക് ചെയ്ത് ഒരു സഞ്ചിയിലാക്കി ഞങ്ങൾ വലിയ സന്തോഷ ഉത്സവവും ദൈവസഭയ്ക്ക് കാര്യമുണ്ടെങ്കിലും ആദ്യം അമ്മച്ചിയാണ് അവിടുത്തെ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. ഒന്നിനും പുറകോട്ട് മാറി നിൽക്കത്തില്ല. ഒരു ഓട്ടോയിലേക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തപ്പോൾ അവിടെ എല്ലാ ദേവിക്കായി സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞുകൊണ്ട് ചക്രദാസന്മാരോട് പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സഭയിലായിരിക്കുന്നു. അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കും. എന്റെ പ്രിയന്റെ സകല ദൈവമക്കളും എല്ലാവരും ഒരുപാട് നല്ല രീതിയിൽ നിന്ന് അമ്മ സഹകരിച്ചു. ഇരുന്ന കാലത്തൊക്കെ സഭയുടെ ചുരുക്കമായി എല്ലാ സഹോദരന്മാർക്കും പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖം അറിഞ്ഞു. അടുത്ത് നിന്നും അകലെ നിന്നൊക്കെ വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി കഴിഞ്ഞ 20 വർഷക്കാലം 2005 അമ്മച്ചി ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതികുതുകാലെന്നോ പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. ദേവദാസൻ ഒരു മെഡിക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു കരണ്ട് പാപ്പുള്ള പോലെ രണ്ടൊരു പാർട്ടിക്ക് എടുക്കരുത് ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് പാർട്ടിക്ക് എടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാർട്ടി പോയതിന് ഞാൻ പറഞ്ഞു ഒരു പിടി ആകാരം ഞാൻ കഴിക്കാൻ
കഴിച്ചപ്പോഴത്തേക്കും ആ കഴിച്ച ആഹാരവും പിന്നെ കഴിച്ചാൽ വൈകിട്ട് എന്നോട് പറഞ്ഞു മക്കളെ നമുക്ക് മോളെ അമ്മിക്കോയിൽ മീറ്റിങ്ങിന് പോകണം. ഞങ്ങൾ അവിടെ പോവുകയും ഇങ്ങോട്ട് വിളിച്ച് പോവുകയും മീറ്റിങ്ങിൽ പോവുകയും തിരിച്ച് വരികയൊക്കെ ചെയ്ത് ആ അമ്മച്ചി ഇന്നലെ ഹോസ്പിറ്റലിൽ അതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഞാനും തങ്ങമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലാക്കി വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ പോയി. ഓരോ ദിവസം ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴും അമ്മ പറയും അങ്ങനെ കിടക്കുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു. 2 ദിവസം മുമ്പോട്ട് എനിക്ക് പുനലൂർ എൻ്റെ മാവൻ മരിച്ചു അതിന് വന്നിട്ട് പോയിട്ട് ഞാൻ പറയും വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇന്നലെ വീട്ടിൽ അറിയിപ്പിച്ചു അമ്മ പോയെന്ന് പറഞ്ഞു. വളരെ വേദനയുണ്ട്. കാരണം ഞാൻ കൊല്ലം കുണ്ടറ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വിശ്രമിക്കുന്ന ഒരു വീടായിരുന്നു ഇത്. എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം കുഞ്ഞുമോളമ്മ എങ്ങനെ സ്നേഹിച്ചു അതേപോലെ ആലീസ് മോളെ നിറഞ്ഞ മനസ്സോട് വിളിക്കുന്ന സ്വീകരിക്കുന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനൊക്കെ പറയും നാളെ പോയി 2 ദിവസം കഴിഞ്ഞ് പോകാം. അങ്ങനത്തെ ഒരു വാത്സല്യ മാതാവ് ഞാൻ പ്രിയമച്ച നാട്ടിലേക്ക് നല്ല പോകാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ വാതാത്ത കിരീടച്ചു അമ്മ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളും പ്രത്യാശയോടെ അമ്മച്ചോട് ഈ ഒരു മാതൃത്വം പിന്തുടർന്ന് ജീവിക്കാൻ കർത്താവിന് വേണ്ടി അന്ധതയില്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടി അളവെന്നി പാടി സ്തുതിച്ചിടും ഞാൻ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടി അളവെന്നി പാടി സ്തുതിച്ചിടും കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ പുകൾ പെരും പുത്തനെറുശലേമേ തിരുമാറിൽ എന്നോ ഞാൻ ചാരിയിടുമോ പുകൾ പെരുകും പുത്തനെറുശലേമേ തിരുമാറിൽ എന്നോ ഞാൻ ചാരിയിടുമോ മാനവരിൽ സ്തുതിഗാനം സദമുഴങ്ങും ശാലേം മാനവരിൽ സ്തുതിഗാനം സദമുഴങ്ങും ശാലേം എന്നും ഞാൻ ചേർന്നിടും പരിശുദ്ധനേ എന്നും ഞാൻ ചേർന്നിടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് 87 വർഷം ജനമുള്ളപ്പോൾ ഈ പ്രിയമാതാവ് മാതൃകപരമായി ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് ആമേൻ ഈ മാതാവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നാളെ ഇത് പറയണം. ആമേൻ ആ മാതാവ്, ആ പിതാവ്, ആ സഹോദരൻ, ആ സഹോദരി ക്രിസ്ത്യ ജീവിതം നല്ലപോലെ നയിച്ചതാണെന്ന് എന്നെക്കുറിച്ച് നിങ്ങളെയും കുറിച്ച് പറയണം. എന്നാൽ ദാനിയേലിനോട് പറഞ്ഞു, നീയോ അവസാനത്തോളം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസരത്തെങ്കിൽ നിന്റെ ഓഹരി നീപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേലിനോട് 12-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അവൻ ഇപ്പോൾ വിശ്രമിക്കാനായിട്ട് കർത്താവിന്റെ ദാസി ദിവസം
ഈ പ്രിയ മാതാവ് മാതൃകപരമായി ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് ആമേൻ ഈ മാതാവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നാളെ ഇത് പറയണം. ആമേൻ ആ മാതാവ്, ആ പിതാവ്, ആ സഹോദരൻ, ആ സഹോദരി ആമേൻ ക്രിസ്ത്യ ജീവിതം നല്ലപോലെ നയിച്ചതാണെന്ന് എന്നെക്കുറിച്ചും നിങ്ങളെയും കുറിച്ച് പറയണം. എന്നാൽ ദാനിയേലിനോട് ആമേൻ പറഞ്ഞു, നീയും അവസാനത്തോളം വരുവോളം പോയി കൊടുക്കുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലയിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേലിനോട് 12-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അവൻ ഇപ്പോൾ വിശ്രമിക്കാനായിട്ട് കർത്താവിന്റെ ദൈവസന്നിധിയിലാണ്. എന്നാൽ നമ്മളുള്ള എല്ലാ ദൈവദാസന്മാരുടെയും പേരിൽ പ്രസ്ബിറ്ററി കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ദിവസനാമത്തിൽ ഇരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വാത്സല്യ മാതാവിന്റെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മകൾ കുഞ്ഞുമോൾ, അവരുടെ കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അയൽക്കാർ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന IPC നസറേത്ത് വർഷപ്പ് സെന്ററിന്റെ ശുശ്രൂഷ മാസ്റ്റർ VT ജെയിംസ് കുടുംബം, അവിടുത്തെ സെക്രട്ടറിയും സെന്ററിലെ ട്രഷററുമായിരിക്കുന്ന കർത്താവദാസൻ PK ജോൺസൺ, കുണ്ടറ സെന്ററിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം ഈ അമ്മച്ചി യാത്ര അയക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ മരണമെന്ന് പറയുന്നത് ഒരു വിരുന്നുകാരനെ പോലെയാണ്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോട് ഒരു വാക്ക് ശ്രദ്ധിക്കുക. വർത്താനം പറയാതെ ശാന്തമായി അമ്മച്ചി യാത്ര അയക്കണം. അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറയരുത്. കേൾക്കാൻ ഇഷ്ടമല്ല, അനങ്ങാതെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് നമുക്കറിയാം, ഇത് ദൈവജനം പറയുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കേണ്ടത് ചെവിയും കൂടെ കേൾക്കുക, ഹൃദയത്തിൽ നമ്മൾ സംരക്ഷിക്കുക, സംഗ്രഹിക്കുക. അതനുസരിച്ച് നടക്കുന്ന പ്രിയപ്പെട്ടവരെ മാത്രമേ കർത്താവ് സ്നേഹിക്കത്തുള്ളൂ. ഇവിടെ ഈ അമ്മച്ചിയുടെ വേർപാട് അതിനു മുമ്പ് എനിക്കറിയാം. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ആർവികർ സഭയിൽ ആരാധിക്കുന്ന ഒരു മാതാവാണ്. പ്രായമുള്ള ആവുന്നിടത്തോളം വന്ന് ദൈവത്തെ ആരാധിക്കും. ഈ ഭവനത്തിൽ പല പ്രാവശ്യം വന്ന് പ്രാർത്ഥിപ്പാനിടയായിട്ടുണ്ട്. അപ്പം വിളിക്കുന്നത് എൻ്റെ സെൻട്രൽ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയാറുള്ളത്. ഞാൻ പറഞ്ഞത് ദേവദാസന്മാരെ വളരെ സ്നേഹിക്കുന്ന ഒരു മാതാവായിരിക്കും. ഇവിടെ സാക്ഷ്യങ്ങൾ കിട്ടും. ആഹാരം കൊടുക്കുന്ന കാര്യത്തിലായാലും എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണോ അതെല്ലാം അമ്മച്ച് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം വചനം പറയുന്നു, കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒരു ഗ്ലാസ് തണ്ണീര് കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തീർച്ചയായിട്ടും ഇഹത്തിലും പരത്തിലും പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ കരം ചലിക്കും. അവസാനം നിന്റെ ഗതി ഇത് തന്നെയായിരിക്കും. നമ്മൾ മാതാപിതാക്കളെ നോക്കിയാൽ തീർച്ചയായും നൊന്ത് പ്രസവിച്ച് നമ്മളെ വളർത്തി ഇത്രത്തോളം ആക്കിയ മാതാപിതാക്കളെ പ്രായം ചെല്ലുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ മാതാവിനെ നല്ലപോലെ കേൾവി തങ്കമാമാണ്ടായിരുന്നു. പ്രിയ കുഞ്ഞോസിസ് ഉള്ള സമയത്തുണ്ട് ഒരു മകളെ ഉള്ള ദൈവത്തിന് സ്തോത്രം. ആ അമ്മയ്ക്ക് നല്ലതുപോലെ പോകും. ഈ അമ്മാമയ്ക്ക് പ്രതിഫലം ദൈവം കൊടുക്കും. കാരണം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മരണമാണ് ചില മണികളിൽ കേട്ടിട്ടുള്ളത്. കാരണം ഒരു വെള്ളം കുടിക്കാനോ മരുന്ന് കഴിക്കാനോ ഇത് വിളിക്കാനോ ആരും കാണത്തില്ല. പക്ഷേ ഒന്നും തരാതെ ദൈവം കാത്തു. ചില ദിവസങ്ങളുണ്ട് സുഖമില്ലായിരുന്നു, വിവരങ്ങൾ അറിയിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന് അമ്മയ്ക്ക് കാണണമെന്ന് ആഗ്രഹിച്ചു. അതിനു മുമ്പ് ഞായറാഴ്ച കർത്താവിന്റെ ദാസൻ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ലോകത്തിൽ ഞാൻ മാറ്റപ്പെട്ടു. അപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ കിടപ്പൊന്നുമില്ലായിരുന്നു. ഇപ്പൊ മനുഷ്യന്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസത്തിന്റെ തുല്യമത്രേ. അപ്പൊ എല്ലാ മനുഷ്യരും ആ കുടുംബം പറയുന്നത് എത്ര ജനങ്ങളാണെന്ന് പറഞ്ഞത് 15 പേര് സംശയം മരിച്ചു. ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മരണങ്ങൾ വർദ്ധിക്കുന്നു. ഒരു നാളിൽ ഈ അമ്മച്ചിയുടെ പേര് വിളിക്കുമ്പോൾ അമ്മച്ചി എഴുന്നേൽക്കുന്നത് മരിച്ച ആപാലവൃത്തം ജനങ്ങളും ആ യഹോവയുടെ നാദശബ്ദം കേൾക്കുമ്പോൾ എവിടെ അടച്ചുവോ എവിടെ മരിച്ചുവോ അടക്കിയില്ലെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാ ജനങ്ങളും എഴുന്നേറ്റ് വരും. ആ സുപ്രഭാതത്തിൽ മനുഷ്യരെ പൊടിച്ചമ്മച്ചി എഴുന്നേറ്റ് വരുന്നുള്ള പ്രത്യാശം. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നുകൊണ്ട് വാക്യങ്ങൾ വായിക്കുന്ന കാര്യം പ്രസ്താവിക്കുന്നു. യോബിന്റെ പുസ്തകം 14-1 വാക്യം.
പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കണ്ടോ, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ എങ്ങനെയുള്ളവനാ? ഇവിടെ ഈ സ്ഥലം എന്താ പഴങ്ങാലം എല്ലാം വെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആൾക്കാർക്കാണ്. പഴങ്ങാലം കുണ്ടറ അത് എന്റെ പേരിലൊരു കുണ്ടറയാണ്, പെരുമാറുകൊണ്ട. നിങ്ങൾ എത്ര തട്ടി പറഞ്ഞാലും ഈ അമ്മച്ച് ഉണരത്തില്ല. ആമേ ഉണരുന്ന ഒരു സുപ്രഭാതമുണ്ട്. അടുത്ത വാക്യം വേണം വായിക്കാം. 14:10. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? 14 വാക്യം വായിച്ചു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? കേട്ടോ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ ഈ ലോകത്തിലെ ഒരു കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? അതിന് ആൻസർ പറഞ്ഞത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പേര് പറഞ്ഞാൽ ആർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി കുര്യമ്മച്ചി ആരാധനക്കാർ വരത്തില്ല, വരാൻ പറ്റത്തില്ല. ആ സമയമെല്ലാം നഷ്ടപ്പെടുത്താതെ ആ പ്രാരാധിക്കത്തിലും ആ മൂന്നിമല കയറി അവനാവുന്നിടത്തോളം ദൈവത്തെ ആരാധിച്ചു. അതിന്റെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലുണ്ട്, ഈ ദേശത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് നമ്മളിലേക്ക് കടന്നുപോകും. അവൻ കുടിക്കാൻ കുടിയില്ലാത്ത കാലം, കുടിക്കാൻ വെള്ളമില്ലാത്ത കാലം, ആഹാരം കഴിക്കാനില്ല. മറ്റുള്ള നേതാക്കന്മാർ എല്ലാം യേശുവിനെ വർണ്ണിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ അവരാരും തിരികെ വന്നില്ല. ഇന്ന് ഉലക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പോയി ഇനി വരും. ഇതാണ് പ്രത്യാശ. രണ്ടു കാര്യം നമ്മൾ വേഗത്തിൽ നിർത്തുക. ഈ മനുഷ്യൻ ദൂരവസം ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ച് മുളച്ചു പോകുന്ന കാര്യമാണ്. ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. അടുത്തതാണ് അവനവരോട് അടുത്ത ദരിദ്രനായ, നമുക്ക് രണ്ട് ഭാഗം മതി. ലാസർ എന്ന ദരിദ്രനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മതി, രണ്ട് വ്യക്തിയാണ്. അപ്പൊ ധനവാനായ മനുഷ്യന് പേരില്ല. എന്നാൽ ഇവിടെ പാവപ്പെട്ട ദരിദ്രനായ ലാസറിന്റെ പേര് കർത്താവ് പറഞ്ഞു. എന്താണ്? അവൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പഠിപ്പിലേക്ക് എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ എന്നേശുവേ വാനമേഘി വേഗം വന്നിടണേ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ സുരേഷ് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം, പരിശുദ്ധ പിതാവേ, ദൈവഭക്തിയോടെ തന്റെ ജീവിതം കർത്തൃദാസനായി സ്തോത്രം. അതുപോലെ കർത്താവിന്റെ വചനം ശുശ്രൂഷ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന തന്റെ കർത്താവ് മക്കൾ, പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വളരെ വേദനയോടെ ഈ ദിവസങ്ങളിലായിരുന്നു. ദൈവമായ കർത്താവെ, നല്ലൊരു അന്ത്യയാത്രയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ആ സെമിത്തേരിയിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണമേ, കാലാവസ്ഥ അനുകൂലമാക്കണമേ, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവെ അനുകൂലമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായി പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും തുടർന്നുള്ള സെമിത്തേരി ശുശ്രൂഷയോടും കർത്താവിന്റെ നേരത്തെ രണ്ടാമത്തെ വരവിലെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ മഹത്വം പ്രശ്നം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ട് എല്ലാവരും കടന്നു പോകുക. ഇപ്പോൾ അന്ത്യചുംബനത്തിനുള്ള സമയമാണ്.
ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്നാൽ മതി. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുമ്പിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ വർഷക്കാലം ഈ ഭൂമിയിൽ നമ്മുടെ മധ്യയിൽ ഭൂമിയുടെ മുഖത്ത് സ്വരം കൃപയിൽ ജീവിക്കപ്പെടുവാനിടയായി കഴിഞ്ഞതാകുന്ന ദിവസം കടന്നു പോകുവാനിടയായി വേഗം ചേർന്നിടും ശോഭയേറുന്നൊരു നാടുണ്ട്, താതൻ വാസം നമുക്കൊരു അങ്ങനെയുള്ളവർക്ക് എന്താണ് ന്യായവിധിയുണ്ടെന്നുള്ള കാര്യമാണ്. ഇത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുമ്പോൾ ആമേൻ പുലരിയിൽ മനുഷ്യന്റെ മാതാവും ഉയർത്തുന്ന പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച്